നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. വിനയത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും. വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ പെസഹ ആചരണത്തിനായി വിശ്വാസി സമൂഹം പ്രാർത്ഥനാ നിർഭരമാണ്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. അപ്പവും വീനും വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ പുണ്യസ്മരണയിലാണ് ഇന്ന് ദേവാലയങ്ങളിൽ കുർബാന അർപ്പിക്കുന്നത്. അധികാരമല്ല, വിനീതമായ സേവനമാണ് വലുതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. ഈ മാതൃക പിന്തുടർന്ന് ദേവാലയങ്ങളിൽ ഇന്ന് വൈകിട്ട് കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ പുരോഹിതൻ കഴുകി ചുംബിക്കുന്നതോടെ ഈ ശുശ്രൂഷ പൂർത്തിയാകും. പള്ളികളിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പെസഹ അപ്പം മുറിക്കും. ക്രിസ്തുവുമായുള്ള ആത്മീയ ഐക്യത്തെയാണ് ഈ അപ്പം മുറിക്കൽ ചടങ്ങ് സൂചിപ്പിക്കുന്നത്. പെസഹ വ്യാഴത്തിന് പിന്നാലെ നാളെ ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കും. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. ലോകം മുഴുവൻ ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായി കനകമലയിലും വിപുലമായ തിരുക്കർമ്മങ്ങളാണ് നടന്നത്. അടിവാരം പള്ളിയിലും കുരിശുമുടിയിലും നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അടിവാരം പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്നേഹത്തിന്റെയും എളിമയുടെയും സന്ദേശം വിളിച്ചോതിയ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും മറ്റു തിരുക്കർമ്മങ്ങളും നടന്നു. സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് കുരിശുമുടിയിൽ പ്രത്യേക കുർബാനയും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു. സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിൽ ഉള്ളത്. UDFന്റെ സ്വപ്ന പദ്ധതികളും വാഗ്ദാനങ്ങളും അടങ്ങുന്നതാണ് പ്രകടന പത്രിക. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പെൻഷൻ അവകാശമാക്കും. ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കും എന്നതെല്ലാമാണ് വാഗ്ദാനങ്ങൾ. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി. സംസ്ഥാനത്തെമ്പാടും ഇന്ദിരാ ക്യാൻറ്റീനുകൾ. അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി LDF. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി ഉയർത്തും. 2026-27 സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായി നൽകും. പവർ കട്ടില്ലാത്ത കാലം തുടരും തുടങ്ങി സുപ്രധാന വാഗ്ദാനങ്ങളാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉള്ളത്. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും. ഇതിന് കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ഉറപ്പാക്കും. ടൂറിസം വളർച്ചയ്ക്ക് വിശദമായ പദ്ധതികളും തെരഞ്ഞെടുപ്പ് പത്രികയിലുണ്ട്. 15 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ക്രൈം മാപ്പിംഗ് നടത്തും. പട്ടികവർഗ ക്ഷേമം ഉറപ്പുവരുത്തും.
പട്ടികവർഗക്കാർക്കുള്ള ഉപപദ്ധതി പൂർണ്ണമായും ഊരുകൂട്ടങ്ങളുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും നടപ്പാക്കുക. സംസ്ഥാനത്തെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകിയെന്നും തനത് നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചുവെന്നും കൂട്ടിച്ചേർത്തു. ജനകീയ സംവാദങ്ങൾക്ക് ശേഷമാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. LDF പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിൽ ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ പി സരീൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കെ ശിവരാമൻ, പി കെ ശേഖരൻ, ഇ കെ അനൂപ, അഡ്വക്കേറ്റ് NV വൈശാഖൻ, PD നെൽസൺ, TR ലാലു, PR രാജൻ, ബീന സുരേന്ദ്രൻ, അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും രാഷ്ട്രീയ നയങ്ങൾ വിശദീകരിച്ചും നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തെരഞ്ഞെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് കേരളം പൊതുവിൽ വിധി എഴുതാൻ പോവുകയാണ്. കേവലം പുതുക്കാട് മാത്രമല്ല. സഖാവ് KK രാമചന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ 5 വർഷക്കാലത്തെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ സ്വീപ് ടീം പുറത്തിറക്കിയ സംഗീത ദൃശ്യാവിഷ്കാരം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു. ഓരോ പൗരനും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഈ വീഡിയോ. ജില്ലാ ഭരണകൂടത്തിന്റെ ഈ വേറിട്ട ഉദ്യമത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ, പ്രശസ്ത ഗായകൻ സാജൻ എന്നിവർ ചേർന്നാണ്. പ്രശസ്തമായ കാന്ത നാനും വരാം എന്ന പാട്ടിന്റെ ഈണത്തിലാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഗാനം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. വോട്ടിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ചും ഓരോ വോട്ടും നാളെയുടെ വിധി നിർണ്ണയിക്കുന്നതാണെന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും വീഡിയോയിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിനു വി ദേവൻ സംവിധാനം നിർവഹിച്ച ഈ ബോധവൽക്കരണ വീഡിയോയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വേലായുധൻ PK ആണ്. കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ക്രിയേറ്റീവ് ഡയറക്ടറായി പ്രവർത്തിച്ച ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ ഛായാഗ്രഹണം റോണി മാക് ഡേവിസും എഡിറ്റിംഗ് താഹിർ ഹംസയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പേജുകൾ വഴി പുറത്തിറങ്ങിയ വീഡിയോ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സമ്മതിദാനം മഹാദാനം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഈ ദൃശ്യാവിഷ്കാരത്തിന് സാധിക്കുന്നുണ്ട്. ഞാനും വരാം തൃശൂർ വോട്ടിൻ പൂരം കാണാൻ. പോരൂ പോരൂ നാട്ടുകാരെ, പോരൂ പോരൂ കൂട്ടുകാരെ, നാടിൻ ഭാവി നിശ്ചയിക്കാൻ വോട്ടു ചെയ്തിടാൻ. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ മാറ്റത്തിന്റെ വിസിൽ മുഴങ്ങി. UDYFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. വരാക്കര പോപ്സ് കിക്ക് ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രമുഖ
ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ അളഗപ്പ നഗർ മണ്ഡലം ടീം ജേതാക്കളായി. വലന്തരപ്പള്ളി മണ്ഡലം ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് നിർവഹിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അൻഷാദ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, മണ്ഡലം പ്രസിഡന്റുമാരായ AJ ജസ്റ്റിൻ, റിൻഡോ ജോൺസൺ, ഹരൻ ബേബി, ജിജോ, ജ്യോതിഷ്, രാജേഷ് എന്നിവരും മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ സുൽഫീഖർ, നാദിർ എന്നിവരും ടൂർണമെന്റിന് നേതൃത്വം നൽകി. ചാരായ വ്യവസായ തൊഴിലാളി കുടുംബസംഗമം കൊടകരയിൽ സംഘടിപ്പിച്ചു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് E. ജയശങ്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ തൊഴിലാളിയായിരുന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലർ OS ചന്ദ്രനെ ചടങ്ങിൽ പ്രത്യേകമായി അനുമോദിച്ചു. MN ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KB ദിനചന്ദ്രൻ, M. ഹരിലാൽ, IN രാജൻ, AJ ജോസഫ്, മാലിനി പ്രേമൻ, PK ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിച്ചിരിക്കുന്ന ഇരകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ അതിൻ്റെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യം. അപ്പോൾ ഇതുപോലെ ഒരു സാമൂഹ്യ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണി ഇത്ര ദ്രോഹകരമായ വിനാശകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? വിനാശകരം ഞാൻ ഉദ്ദേശിച്ചത് ചാരായ ഷാപ്പും കുട്ടികളും ചാരായ തൊഴിലാളികൾക്ക് ജോലി കൂലി ഇല്ലാതായതോ മാത്രം ഉദ്ദേശിച്ചത്. അതിനേക്കാൾ വലിയ ഒരു പക്ഷേ ആന്റണി പോലും ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ ഉപദേശിച്ച ആളുകൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പാർശ്വഫലങ്ങൾ വരുന്നത്. അതെങ്ങനെ സംഭവിക്കും? എന്തുകൊണ്ടാണ് ഈ ആലോചനാശൂന്യമായിട്ട് എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,880 രൂപയും പവന് 1,11,040 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.